കടക്കാനുള്ള കാരണമാ നീണ്ട നേരം സുജൂദിൽ കിടക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. എത്ര തിരക്കുണ്ടെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടാവരുത്. എല്ലാത്തിലും നിസ്കാരം വളരെ ശ്രദ്ധയോടെ. വസ്വാമത്ത് ഷഹ്റഹാ. രണ്ടാമത്തെ കാര്യം, റമളാൻ മാസം വന്നാൽ അവൾ നോമ്പ് നോക്കിയാൽ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാനൊരു 4 കാര്യങ്ങള് അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്. റമളാൻ മാസം അവൾ നോമ്പെടുത്താൽ ആ നോമ്പ് പോലെ അത് പട്ടിണി മാത്രമല്ല. അഫലൈസ ലില്ലാഹി ഹാജ, നിന്റെ വെറും പട്ടിണി അല്ലാഹ്ക്ക് ആവശ്യമില്ല. നോമ്പാകാൻ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ നോമ്പ് മതിയാണ്. പക്ഷേ നോമ്പാകണം. ആ നോമ്പിലെ സുന്നത്തുകളെല്ലാം വീട്ടണം, ഫർളുകളെല്ലാം വീട്ടണം. അനാവശ്യങ്ങൾ പറയരുത്. മല്ലംയദ ഖൗല സൂരി, ആരെങ്കിലും നീ തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാത്ത നോമ്പോ, ആ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല, റബ്ബിന് ആ നോമ്പ് വേണ്ട. റമളാൻ എന്നൊക്കെ പറഞ്ഞ നമ്മളൊക്കെ തമാശയില് സമൂസാന്റെ ഫോട്ടോ സ്റ്റാറ്റസിലിട്ട് വെൽക്കം വെൽക്കം. ആർക്ക് വെൽക്കം? തമാശയാണോ? റമളാൻ തീരുമ്പോ സമൂസാന്റെ കരയുന്ന ഫോട്ടോ, മിസ്സിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ, ഇത് ദീനിനെ കളിയാക്കലാണ്, റമളാനിനെ കളിയാക്കലാണ്. റമളാൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കേണ്ട മാസങ്ങളല്ല ഉമ്മ. നല്ല റമളാൻ എന്നാൽ ഒരുപാട് റോളുകൾ, കട്ട്ലൈറ്റുകൾ, സമൂസകൾ, വ്യത്യസ്തങ്ങളായ ജ്യൂസുകൾ, ഫ്രൂട്ട് സലാഡുകൾ, ഐസ്ക്രീമുകൾ, വേറെ കേക്കുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, തഖ്വയാകുന്ന ഭക്ഷണ പലഹാരങ്ങൾ നാളേക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട ദിവസങ്ങളാണ്. 27ന്റെ അന്ന് മധുരപ്പം ചുട്ടാ പോരാ, എല്ലാ ദിവസവും ജ്യൂസ് വേറെ, പായസം വേറെ, വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ വേറെ. ഇതെന്തെന്നറിയോ? നോമ്പ് നോക്കിച്ചിട്ട് വിശന്നിട്ടിരിക്കുമ്പോ ഇന്ന് നോമ്പ് തുറക്കുമ്പോ സലാഡ് വേണം, ഇന്ന് നോമ്പ് തുറക്കുമ്പോ കസ്റ്റർഡ് ആവണോ, പായസം വേണോ, ലിംബന്റെ സർബത്ത് വേറെന്നാവണോ, ഫ്രൂട്ട്സ് എല്ലാം വേണോ. ഇത് മതിയല്ല, പിന്നെയും മുറിച്ചിട്ട് വെച്ച് പായസത്തിന് പിന്നെയും കൂട്ടി പാല് മതിയല്ല. അങ്ങനെ നോമ്പെല്ലാം തുറന്നിട്ട് 2 കാരക്കയും 1 ഗ്ലാസ് പായസവും കുറച്ച് സർബത്തും കുടിച്ചിട്ടാകുമ്പോ പിന്നെ എണിക്കാനേ കഴിയുന്നില്ല. അപ്പൊ ഉമ്മ കേട്ട് നിങ്ങൾക്ക് കട്ട്ലൈറ്റാ പൊട്ട്ലൈറ്റാ കുറച്ച് കൈയ്യട്ടി, ഇപ്പൊ എന്തും വേണ്ട. അപ്പൊ ഇതെല്ലാം ആർക്കാക്കിനെ? ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചത് ഇന്നലെ ഫ്രിഡ്ജിലൊക്കെ ഞങ്ങൾക്ക് വേണ്ട. ഇതിപ്പോ ഈ വൈകിട്ട് ഫൈക്കുമ്പോ, ഉച്ചക്ക് ഫൈക്കുമ്പോ ഓരോന്ന് തോന്നി, ഇന്ന് അതാക്കണോ, ഇന്ന് ഇതാക്കണോ, ഈനെല്ലാം തിന്നിട്ട് തീർക്കണോ, എന്തെല്ലോ ആശകൾ തുറന്നിട്ട് വരുന്നത്. നോമ്പ് തുറന്നിട്ടാകുമ്പോ ഒരു ആശയും ഇല്ല, എല്ലാം പോയി അല്ലേ. ഭക്ഷണങ്ങളല്ല, നല്ല വിഭവങ്ങളല്ല, തഖ്വയാണ് ഒരു കൊല്ലത്തേക്കുള്ള തഖ്വ. അടുത്ത റമളാന് മുമ്പ് മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മതിയായ ഭക്ഷണങ്ങൾ എല്ലാം ഉണ്ടാക്കേണ്ട, തഖ്വയുണ്ടാക്കേണ്ട, ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതേണ്ട, തൗബ ചൊല്ലേണ്ട, ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലേണ്ട, ഓരോ ദിവസവും കരഞ്ഞു ദുആ ചെയ്യേണ്ട പരിശുദ്ധമായ മാസമാണ് റമളാൻ. റിദ്വാനുല്ലാഹ്, അള്ളാന്റെ പൊരുത്തമാണ്, അള്ളാന്റെ ഇഷ്ടമാണ്. ലമാനുല്ലാഹ്, അള്ളാന്റെ കാവലാണ്, അള്ളാഹുവിന്റെ ഇൽഫത്തുല്ലാഹ്, നൂറുല്ലാഹ്,
അള്ളാഹുവിന്റെ പ്രകാശമാണ്. അള്ളാഹു നമ്മളോട് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് മൂടപ്പെടുകയാണ്. അങ്ങനെ അത്ഭുതമാർന്ന റമളാൻ മാസമില്ലയോ? ആ റമളാൻ മാസം പർച്ചേസിന് വേണ്ടി ചുറ്റിക്കറങ്ങേണ്ട മാസമല്ല. പെരുന്നാക്കൊരു സുന്നത്തുണ്ട്, ഒരു പുതിയ വസ്ത്രമണിയല്. ഇത് റമളാനില് ചില പെണ്ണുങ്ങളൊക്കെ രാവിലെ സുബൈക്ക് സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങും. എന്ത്? ഇതിന്റെ ഇടയ്ക്കൊരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ പൊരയിലാരും ആളില്ല ഉസ്താദേ, അങ്ങനെ പള്ളിക്ക് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊരക്കാറല്ല എവിടെ പോയി? നീ ഉസ്താദേ കാൽ തന്നെ അവർ പർച്ചേസിന് പോയതാണ്. പർച്ചേസിന് പോയോർ തിരിച്ചു വന്നിട്ടില്ലേ? ഇല്ല ഉസ്താദേ, ഒരു പോകുമ്പോ തന്നെ വെള്ളവും കാരക്കാവും പിടിച്ചോണ്ട് തന്നെ പോയി ഉസ്താദേ. പൊരേന്ന് പോകുമ്പോ തന്നെ നീയത്താക്കി, ഇന്ന് വരുന്ന പഞ്ചാതികയില്ല. പൊരേന്ന് പോകുമ്പോ തന്നെ നീയത്ത് ഇന്ന് വരുന്നില്ല. എന്തിന്? സുന്നത്തായ വസ്ത്രം വാങ്ങാൻ റമളാൻ മാസത്തില് പോയിട്ടാ. ഇത് റമളാൻ അല്ലാത്തപ്പോ പോയങ്ങനെ ആണുങ്ങ ഒക്കെ പോയെങ്കിൽ പെങ്കൂസന്റെ വിലയെങ്കിലും ഇല്ല. ഡ്രസ്സിന്റെ പിഴക്കാർ നോക്കുന്നേ ഇല്ല. നമ്മളെ ദാദാ ആന്റി എന്ന് വിളിക്കില്ല, ദാദാന്ന് വിളിക്കുന്നല്ലേ. ആന്റി എന്ന് വിളിച്ച പെണ്ണൊക്കെ ചൂടാന്ന്. ആന്റി എന്ന് വിളിച്ച പീഡ കിഞ്ഞിട്ട് പോന്നു. എത്ര ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ വന്നില്ല. ഇത്ര ശരി എന്നെ ആന്റി എന്ന് വിളിച്ചതാണ്. പെണ്ണുങ്ങ മക്ക പ്രസവിച്ചിട്ട് പുള്ളിയായിട്ടാകുമ്പോ പെണ്ണുങ്ങ പിന്നെ അങ്ങനെ ചൂടി പിന്നെയും കുറച്ച് ടൈറ്റ് മോഡൽ, പിന്നെയും കുറച്ച് ഏറെ കണ്ണിലേക്ക് മയ്യെല്ലാം ഇട്ടിട്ട് ഇത് മറ്റേ ആഫ്രിക്കന്റെ ഭൂപട്ടം വരച്ച പോലെ കുറച്ച് അപ്പുറം പോകുമ്പോ അയിലയില് കണ്ണിൽ ഒലുക്കി കൊണ്ടുപോകുന്നു. ഇതൊന്നും അറിയുന്ന നിങ്ങൾക്ക് ഇപ്പത്തെ യുവതികൾ പറയുന്നു, ഈ നമ്മൾ ഉമ്മാമാരെ വയസ്സിന്റെ അത്രയുള്ള പെണ്ണുങ്ങളെ മോഡൽ കാണുമ്പോ ഞങ്ങൾക്ക് തന്നെ ഏസിയാന്ന്. ഒരു ഉമ്മാക്ക് പുള്ളിയായി, മകള് പ്രസവിച്ച് പുള്ളിയായി. അപ്പൊ ഒരാള് പറഞ്ഞാല ഉമ്മാമായല്ലേ, നിന്റെ ഫാറ്റിക്ക് ചോട്ടുന്ന ഉമ്മാമായെന്നാ, നിന്നെ കളിയാക്കണ്ട. മോള് പ്രസവിച്ച ഉമ്മാമായില്ലേ, അത് ചെല്ലാൻ കഴിയല. പിന്നെ ഡ്രസ്സെല്ലാം ടിപ്പ് ആക്കിയിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, പുതുനാട്ടി ഉസാർ ഉസ്താദ്, പുതുനാട്ടിന്റെ ഉമ്മ അതിനാട്ടി ഉസാറുണ്ട്. ഡ്രസ്സിലും സെറ്റപ്പിലും മേക്കപ്പിലും പുതുനാട്ടിന്റെ ഉമ്മയാണ് പുതുനാട്ടിനാട്ടി ഉസാറ്. അങ്ങനെയാവരുത്. റമളാൻ മാസത്തിൽ പർച്ചേസിന്റെ പേര് പറഞ്ഞ്, ഡ്രസ്സിന്റെ പേര് പറഞ്ഞ് റമളാൻ മാസം ചുറ്റിക്കറങ്ങാനുള്ളതല്ല. ഉമ്മാ വസ്ത്രം വേണോ, സുന്നത്താണൊക്കെയാണ്. റമളാനിന് മുമ്പത് വാങ്ങിച്ചു വെച്ചോളീ, റമളാനിന് മുമ്പത് വാങ്ങിച്ചു വെക്കാലോ. ഈ സുന്ദരമായ മാസത്തില്, തൗബ ചൊല്ലേണ്ട മാസത്തില്, അതിന്റെ ഇടയ്ക്ക് ചില പെണ്ണുങ്ങൾ പോയിട്ട് ഐസ്ക്രീം, ജ്യൂസ് കുടിക്കാൻ ചോദിച്ചാ പറയും ഞങ്ങൾക്ക് നോമ്പില്ല. നോമ്പില്ലെങ്കിലും ഈ നോമ്പ് നോറ്റാ പോരാ. അല്ല ബഹുമാനിച്ച മാസമാണ് ഈ റമളാൻ. ആ റമളാനിന്റെ ബഹുമാനം നീ കണക്കിലെടുക്കാതെ നീ എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല. റമളാനിൽ കൃത്യമായി നോമ്പുള്ളവളോ, നീ ടൗണിലിറങ്ങരുത്, നീ പർച്ചേസിലിറങ്ങരുത്, നീ ഷോപ്പിങ്ങിനിറങ്ങരുത്. അതെല്ലാത്തിന്റെയും മാസമല്ല റമളാൻ. വ്യത്യസ്തങ്ങളാകുന്ന ഫുഡുകൾ ഉണ്ടാക്കേണ്ട മാസമല്ല റമളാൻ. കരിക്കാനും പൊരിക്കാനുമുള്ള മാസമല്ല റമളാൻ. ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്, ദോഷങ്ങളെ കരിച്ചു കളയേണ്ട മാസമാണ്, കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കേണ്ട മാസമാണ്. അതുപോലെ റമളാനിനെ ഏതൊരു പെണ്ണ് കൊണ്ട് നടന്നാൽ വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ, ഔറത്തുകൾ പുറത്ത് കാട്ടാതിരുന്നാൽ, ഔറത്ത് കാട്ടിയല്ലേ തീരൂ. വസ്ത്രം മുറുക്കിയ വസ്ത്രമാണ്, പർദ്ദ ഇട്ടിട്ടുണ്ട്, പർദ്ദാന്റെ ഉള്ളിൽ ജീൻസ് പാന്റാണ്. ഈ ജീൻസ് പാന്റ് കാണണോ, അതിനു വേണ്ടി പർദ്ദ പൊക്കി പിടിച്ചിട്ടുള്ള നടത്തമാണ്. അതാവരുത്. വ്യഭിചാരത്തിൽ നിന്ന് കാത്താൽ ഭർത്താവിനെ അനുസരിച്ചാൽ ഈ 4 കാര്യം മതി. ഭർത്താവിനെ അനുസരിക്കുന്നവളാണോ? ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവളോട് പറയപ്പെടും, നീ സ്വർഗത്തിലേക്ക് കടക്കുക. നീ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് അവരോട് പറയപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിൽ സ്വലാത്തുല്ലാഹ്
അല്ലാഹുവേ നീ കബൂലാക്കണം. ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരാകണം. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യക്ക് സ്വർഗമില്ല. സ്വർഗം വേണോ? ഭർത്താവിനെ അനുസരിക്കുന്നവരാകണം. ഭർത്താവിനെ അനുസരിക്കാത്തവർക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല. ഭർത്താവ് എത്ര വയസ്സുള്ളവരാണെങ്കിലും ശരി, വീട്ടിലുള്ള വയസ്സായ ഉപ്പാക്ക് വലിയ ബഹുമാനമില്ല. മക്കളും ഉമ്മാവും വേറെ പാർട്ടി, ഉപ്പ ഒന്ന് വേറെ, ഉപ്പ വീട് കാക്കാനുള്ള ആള്. ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. ഉമ്മാവും മക്കളൊക്കെ ഒരുമിച്ച് പോലുണ്ട്, ഉപ്പാനെ കൂട്ടാറില്ല. വയസ്സായ ഉപ്പാക്ക് വീട്ടിൽ ബഹുമാനമില്ല. അതിന്റെ ഒരു കാരണം ഉസ്താദന്മാരെല്ലാം പോയടുത്ത് ഉമ്മാന്റെ തന്നെ പേര് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ ഉപ്പാന്റെ പേരെല്ലാം പോയി. ഒരു അങ്ങനെ കാരണമൊന്നല്ല, ഉമ്മ മക്കളൊക്കെ ഒന്നായി. അങ്ങനെ ആവാൻ പാടുള്ളതല്ല. ഉമ്മാക്കുള്ള വില, ഉമ്മാന്റെ സ്വർഗം ഉപ്പാന്റെ കാലിനടിയിലാണ്. അത് ഓർമ്മ വേണം. ഉമ്മയാണ്, ഉമ്മ എല്ലാം നമ്മുടേത് ഉമ്മയാണ്. പക്ഷേ ഒന്നുണ്ട്, ഉമ്മാക്ക് സ്വർഗം വേണോ? ഉപ്പാന്റെ കാലിനടിയിലാണ് നമ്മുടെ ഉമ്മാന്റെ സ്വർഗം. അതൊരു ഓർമ്മ വേണം. ഭർത്താവിനെ അനുസരിക്കണം. 9 മക്കളുള്ള ഒരു ഉപ്പ പറഞ്ഞു, ഉസ്താദെ ഷുഗർ 400 ചില്ലര ഇല്ലെങ്കിൽ ഞാൻ ഏടെങ്കിലും പോയിട്ട് ഏതെങ്കിലും അവസ്ഥയിൽ പോയിട്ട് ഏടെങ്കിലും ഒന്ന് റായത്തായി പോട്ട് ഷുഗർ എല്ലാം ഉണ്ട്, ഇപ്പൊ എന്ത് കഴിയുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, എന്തേ പ്രശ്നം? എന്തില്ല ഉസ്താദ്, എപ്പോഴും ഞാൻ ഉപ്പായിട്ട് പുറത്ത് കിടക്കുന്നു, ഞങ്ങൾക്ക് പ്രത്യേക റൂം എന്തില്ല. അങ്ങനല്ലേ, വയസ്സായ ഉപ്പാണ്ടർക്ക് പേരിൽ റൂമില്ല. എന്നെ തന്നെ ഒരു ദിവസം വാസ്തു നോക്കാന്ന് കൊണ്ടുപോയി. പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ കാണുന്ന പിന്നെ ഉപ്പ കുറച്ച് അട്ട പിടിക്കുന്നു, ഇങ്ങനെ ചൊല്ലിട്ട് ശരിയാക്കണോ? മംഗലം കഴിക്കാൻ പേരിൽ റൂമില്ല, റൂമിന്റെ വ്യവസ്ഥ ആവണല്ലേ. അങ്ങനെ റൂമാണോ? ഞാൻ നോക്കാന്നെല്ലാം പറഞ്ഞു പോയിട്ട് എത്തിയിട്ട് സലാം ചെല്ലത്തര അയാൾ കേൾക്കുന്നു, ഉസ്താദെ കണ്ണിമൂലോടെ ആര്? പരന്റെ ഉപ്പ, പരക്കാരനായ ഉപ്പ. ഇയാൾക്ക് പേടി എന്നിന്റെ ഈ ഉപ്പനെ പുറത്തിടാനുള്ള ഐഡിയ എനിക്കിതല്ല പിന്നല്ല അറിയുന്നത്. പോയിട്ട് അയാളോടല്ല ചോദിച്ച അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ കണ്ണിമൂല ഓടാന്ന് അവിടെ കിടക്കുന്നു ഉസ്താദ്. എന്നോട് പണ്ടൊരാഴ്ച കണ്ണിമൂല നിങ്ങൾ കിടക്കണോ? ഉസ്താദ് ഇത് ആയത്തിന്റെ പുറത്ത്, ഇത് കണ്ണിമൂലാന ഇല്ലേ? കന്നിമൂലാന ഇല്ലേ? ഉമ്മാവും മക്കല്ല ചെന്ന ഉപ്പ പുറത്ത് കിടക്കട്ട്. അപ്പറ പോയിട്ട് ഇയാൾ ചെന്നു, ഉസ്താദ് സിമെന്റിന്റെ സീറ്റ് ഇതിന്റെ അടിയിൽ കിടന്നിട്ട് ഉറങ്ങും. അങ്ങനെ കന്നിമൂലാനക്കും ഞാൻ കിടക്കുന്നില്ല. ഏത് പൊരേക്ക് റൂമിന് കുറവുണ്ട്, ഷോർട്ട് ഉണ്ട്. ഉപ്പാൻ എന്താക്കുന്നു? ഉപ്പാനെ സീറ്റിട്ട റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുന്ന എല്ലാരും കൂടിയിട്ട്. അതിന് വേണ്ടിട്ട് ഉസ്താദിനെ കൊണ്ടുവന്ന വാസ്തു ചെല്ലാൻ വേണ്ടിയിട്ട്. സുബ്ഹാന ജല്ല ജലാലു. വയസ്സായ ഉപ്പ, വയസ്സായ ഉമ്മ, അവരൊക്കെ അനുഗ്രഹങ്ങളാണ്. ഉമ്മ, നിങ്ങളുടെ വയസ്സായ ഭർത്താവിനെ നിങ്ങൾ നിരാശപ്പെടുത്തരുത്, നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. അവരുടെ പൊരുത്തമില്ലാതെ പോയാൽ എത്ര വല്ല സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ പോലും അവൾക്ക് സ്വർഗമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ അനുസരിക്കുന്നവളാകണം, ഭർത്താവിനെ അനുസരിക്കുന്നവളാകണം. ഭർത്താവിന്റെ വിഷമങ്ങളിൽ കൂറുകൂടുന്നവളാകണം. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവളാകണോ? ഭർത്താവിന്റെ സന്തോഷം എപ്പോഴാണോ പെണ്ണെ നിന്റെ സന്തോഷമാകുന്നത്, അതുവരെ നീ വിജയിക്കാൻ പോകുന്നില്ല. പെണ്ണുങ്ങൾ മരിച്ച പേർക്ക് പോകുമ്പോഴും ബാഗ് ഇട്ടിട്ട് എന്നിന്റെ ഈ സുർഗാടി ബാഗിൽ എന്തില്ല 4 പാമ്പേഴ്സും ഒരു പൗഡറിന്റെ വെട്ടി പഴയ ബാഗ് ഫുള്ളായില്ലെങ്കിൽ പണ്ടത്തെ പേപ്പർ, ന്യൂസ് പേപ്പർ ഇട്ട് നോക്കുന്നു. തേച്ചുവാണ്ട് എന്തെങ്കിലും ഇട്ട് തേച്ചുവാണ്ട്. ഇത് കൊണ്ടുവന്ന് കാണുമെന്നിരിക്കണം 40 പോണ് പൊന്നുണ്ടിന്റെ ഉള്ളിലും. അത്ര ബഹുമാനിച്ചിട്ട് ഈ ബാഗ് എടുക്ക്, ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് എടുക്ക്. വല്ല മംഗളത്തിനല്ല, എളാപ്പ മരിച്ചിനി കണ്ണോക്കിന് പോന്ന് ബാഗെല്ലാം ഇട്ടിട്ട് ടൈറ്റ് വിട്ടെല്ലാക്കിയിട്ട് നല്ല സെറ്റപ്പിൽ പോകണം. എടുക്ക് മരിച്ച വീട്ടിലേക്ക്. അതല്ല, ആ സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഒരു പഞ്ചാരികയാക്കി, ഭാര്യയും ഭർത്താന്റെ എല്ലാം പഞ്ചാരികല്ലായിട്ട് ഒരു പകല തലാക്കാണ്ടതല്ല ശരിയായിട്ട് അവനോട് ഞാൻ ചൊല്ലി എല്ലാം സബുറാക്കണം, ക്ഷമിക്കണം, എല്ലാം ചൊല്ലി. ലാസ്റ്റ് ഓളെ എതിർക്കും ചൊല്ലി, ഉസ്താദ് എല്ലാം സബുറാക്കാം, ഉസ്താദ് ഒന്ന് ചെല്ലണം, ഒരു 2 നാക്ക് ഒരിക്കൽ ഇട്ട നൈറ്റിനെ മാറ്റാൻ ചെല്ലണം, വേറെ ബാക്കിയെല്ലാം സബുറാക്കാം. ഇത് സബുർ എന്തൊരു എന്താക്കുന്നു ഉസ്താദ്, മാറ്റുന്നേ ഇല്ല. അയിലെന്നെ എന്നിന്റെ പ്ലേറ്റ് തുടക്കുന്നു അയിലെന്നെ. ഉസ്താദിന്റെ ബുദ്ധി തുടക്കുന്നു അയിലെന്നെ. ചട്ടി പാത്രം കീക്കുന്നതും അയിലെന്നെ. എല്ലാ പെണ്ണുങ്ങല്ല, ചില പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങ ഒരു സാലില് കീക്കുന്നല്ലോ, നെറ്റിലല്ല. പിന്നെ തലക്കിട്ട സാള് കുഞ്ചിലുണ്ടാന്ന്. ഉസ്താദിന്റെ ബുദ്ധി വന്നിട്ടാകുമ്പോ എത്ര വലിയ ബുദ്ധിയാന്താ, ഇത്ര ചെറിയ ഉസ്താദിന് ഇത്ര വലിയ ബുദ്ധിയാ.
ബേജാറോടെ. ചില പെണ്ണുങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ആളുണ്ട്, ചില പെണ്ണുങ്ങൾ നല്ല നീയത്തിൽ കൊടുക്കുന്ന ആളുണ്ട്, ചില പെണ്ണുങ്ങൾ ബർക്കത്തിന്. പണ്ടൊരു ഉമ്മ ചെല്ലാല ഉസ്താദിനി മോളെ കുറച്ചുണ്ടാ 4 കുട്ടമളോ ജാസ്തി ഇട്ട് ഏത് പാർച്ച നിക്കട്ടെന്ന് പിള്ളേർക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ആളുണ്ട്. പഞ്ചായത്തിലോ ഒന്നേ ചെല്ല് ഉസ്താദ് ബാക്കിയെല്ലാം ഒരു വക സദിക്ക. ഓളോട് എന്ത് ചെല്ലണോ? ഒരു ജണ്ട് നാക്കൊരിക്കാൻ നൈറ്റി ഉസ്താദ് കുളിക്കുന്നേ വരുന്ന കൊയിനെ നീനെ പിന്നെ പിന്നെ അവിടെ കേട്ടോ ഒക്കാൻ ഉസ്താദ് ചെല്ലിക നമ്പല 2 കഴിഞ്ഞങ്ങനെ മറിച്ചിട്ട് വിടുന്നാവാ. പിന്നെ സുബ്ഹാന ജല്ല ജലാലു. ഉമ്മ അങ്ങനെ ആവരുത്. നിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. ഈ നൈറ്റിനെ കണ്ട ബേജാറിലാണ് പിന്നെ ടൗണിൽ കണ്ടനല്ല ഒരുത്തില് പെണ്ണില്ല വയലെന്ന് പറഞ്ഞിട്ടാ ഒരു ബേസായ ഉപ്പ ചൊല്ലി ഉസ്താദ് ബയലല്ലേ പറയുമ്പോ ഇരിക്കുന്നു. നോക്കണ്ട 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 പാൻറ്റൊക്കെ കിഞ്ഞിട്ടാ ഉസ്താദ് തിരിച്ചോണ്ടും വലിച്ചോണ്ടും കളിച്ചോണ്ടും വരുമ്പോ ഞങ്ങൾ ഏടുക്ക് നോക്കാതിരുന്നോന്നേ നാരി ബേസായ ഉപ്പന്നെ ഇങ്ങനെ കേട്ടെങ്കിൽ പിന്നെ ബാലക്കാര അവസ്ഥ ചൊല്ലിട്ട് കൊണ്ടുണ്ടാ അല്ലേ? സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളുടെ ഭാര്യമാ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യയിൽ നിന്ന് കൊതിക്കുന്നതെന്തോ അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടവളാണ്. അങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പുറത്ത് കിടക്കുന്ന പെരുന്നാന്റെ ഒപ്പം മക്ക മരിയക്കെല്ലാം ടൂർ പോയിനി. അന്ന് റൂം കാലി ലൈവില് ഗലാട്ടാവല്ലോ പോയിട്ട് അന്ന് റൂം കാലി. ഞാൻ അയിമാട് ചെല്ലി ഇന്നുകൂടെ കിടക്കാന്ന് ചെല്ലി. അയിമ ചെല്ലാല നിങ്ങൾ കിടക്കി ഞാൻ വരുന്നേന്ന് ചെല്ലി. ഇയാള് പാപ്പ മനസ്സ ഏത് പോയിട്ട് ഉള്ളിൽ കാത്തിരുന്ന് കുറെ കാലായി ഭാര്യയും ഭർത്താവും ഒന്നിച്ചൊന്ന് കിടന്നുറങ്ങിയിട്ട് റായത്ത് കിട്ടാതെ ഇയാള് കാത്ത് 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 കാത്തിട്ട് ദിക്റും തസ്ബി എല്ലാം അറിഞ്ഞല്ല ചെല്ലി ചെല്ലി തീർന്നെല്ലായി. ഈമ വരുന്ന എന്നെ കാണുന്നില്ല. കുറെ നേരം കഴിയുമ്പോ ഇയാള് മെല്ലെ പോയിട്ട് വാതിൽ തുറക്കാൻ നോക്കുമ്പോ വാതിൽ തുറക്കാനാവുന്നില്ല. പുറത്തുനിന്ന് ലോക്കിട്ടിനെ പുറത്തുനിന്ന് ലോക്കിട്ടിട്ട് അയിമ കിടന്നില്ല. സുബൈക്ക് തുറന്നില്ല. അയാള് കേട്ടാൽ എന്ത് ബിസിയാണ് അല്ലെങ്കിൽ എന്ത് ബിസി ഈ ബാസായിട്ട് അമ്മ പിള്ളേർ കളിയുന്നില്ല. ബാസ ഇല്ലാത്തത് 9 മക്ക കഴിഞ്ഞ അപ്പൊ ബാസ ഉണ്ടായ ഈ 9 മക്കാകുമ്പോ ബാസ ഇല്ലാത്തതായിരുന്നതാ. ഈ രൂപത്തിലാകരുത്. ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യയുടെ കടമയാണ്. അത് എവിടെയാണ്? പാത്രം കഴുകുമ്പോൾ വിളിച്ചാൽ ഉത്തരം ചെയ്യണം. വസ്ത്രം കഴുകുമ്പോഴാണെങ്കിലും ഉത്തരം ചെയ്യണം. എല്ലാ അനുസരണയും ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവളുടെ ഉംറ സ്വീകരിക്കുകയില്ല, അവളുടെ ഹജ്ജ് സ്വീകരിക്കുകയില്ല, അവളുടെ നോമ്പ് സ്വീകരിക്കുകയില്ല. പെണ്ണെ നീ ഒരുങ്ങേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. അവനാണ് നിന്റെ സ്വർഗോ, അവനാണ് നിന്റെ ആനന്ദോ. അതുകൊണ്ട് ഭാര്യമാരായ ഉമ്മമാര് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഹബീബ് തങ്ങളുടെ കൂടെ സ്വർഗീയ റാണി ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ കണ്ടില്ലേ? എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്. ചില ആളുകൾക്കൊക്കെ റാബിയത്തു ഷാമിയ എന്ന് പറയുന്നൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഇനി വീനെ ചൊല്ലിക്കൊണ്ട് പോയിട്ട് പേരിൽ ഗലാട്ടാക്കണ്ട. റാബിയത്തു ഷാമിയ എന്നിട്ടുള്ള പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഭർത്താവാകുന്ന മഹാനോട് ചെല്ലും, നിങ്ങൊരു മങ്ങലാവണോ, നിങ്ങൊരു 2 സെക്കൻഡ് വൈഫ് രണ്ടാമതൊരു മങ്ങലാവണോ. ആരോട് പറയുന്നു? റാബിയത്തു ഷാമിയ ഭർത്താവിനോട് പറയുന്നു. ഭർത്താവ് സമ്മതിക്കുന്നേ ഇല്ല. ഭർത്താവ് സമ്മതിക്കുന്നേ ഇല്ല. അവസാനം റാബിയത്തു ഷാമിയ ഇറങ്ങി അന്വേഷിച്ച് ഒരു പെണ്ണിനെ കൊണ്ട് രക്ഷിതാക്കളെ കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ടവരോട് പറയുന്നു, നിങ്ങളുടെ മകളെ എന്റെ ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുക്കുമോ? അങ്ങനെ ആ ഭർത്താവിനിക്ക് 2ാമത്തെ വിവാഹം കഴിഞ്ഞു. ആരാ കഴിച്ചു കൊടുത്തത്? ആരാ കഴിച്ചു കൊടുത്തത്? സ്വന്തം ഭാര്യ കഴിച്ചു കൊടുത്തു. എന്നിട്ട് കഴിഞ്ഞു വന്ന പുതിയ പെണ്ണിനോട് റാബിയത്തു ഷാമിയ പറയാ, പെണ്ണേ ഭർത്താവിന്റെ വസ്ത്രം ഞാൻ തന്നെ അലക്കുകയാണ്, ഭർത്താവിന് ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാ സേവനങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം. പക്ഷേ എന്റെ ഇബാദത്ത് വേളകളിൽ, എന്റെ നിസ്കാര വേളകളിൽ, എന്റെ ദിക്റിന്റെ വേളകളിൽ എന്റെ ഭർത്താവിനെങ്ങാനും വല്ല ആവശ്യങ്ങളും വന്നാൽ, ശാരീരിക ആവശ്യം വന്നാൽ, മാനസിക ആവശ്യം വന്നാൽ, എല്ലാ സുഖ സൗകര്യങ്ങളും പെണ്ണേ നീ ഒരുക്കി കൊടുക്കണേ. ഭർത്താവിന് ഇഷ്ടമല്ലാതെ ഞാൻ എത്ര ഇബാദത്ത് ചെയ്താലും പടച്ചുറപ്പ് സ്വീകരിക്കില്ലല്ലോ.
അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? എന്റെ ഭർത്താവ് സുഖമായി ജീവിക്കുന്നവനാകണം. ഇതിപ്പോ നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ചെല്ലണം. വേറെ കെട്ടുന്ന പൊതുമുണ്ടീനിന്ന് ഒന്നാ സുഖം, ഇല്ലെങ്കിൽ തീർന്ന്. രണ്ടിലൊന്ന് തീർമാനാണ്. കിടന്ന മയ്യത്ത് പോലെ കിടന്ന പെണ്ണ് കാണിക്കുന്നത്, വേറെ കെട്ടുന്നില്ലെങ്കിൽ അപ്പണിക്കുന്നു. എങ്ങനെ ഉസാറാന്ന്? എന്തില്ല, മൈഗ്രൈനും ഇല്ല, സൈത്താനും ഇല്ല, റുവാനിയും ഇല്ല, അടുപ്പിന്റെ തിട്ടയും ഇല്ല. അങ്ങനെ വേണമെന്നല്ല. ഉള്ള ഭർത്താവിന് നല്ല മാന്യതയോടെ പോറ്റി വളർത്തിയാൽ ഹബീബ് തങ്ങളുടെ അടുത്തേക്ക് പെണ്ണുങ്ങൾ കൂട്ടമായി വരികയാണ്. അല്ല നബിയേ, നീണ്ട വിഷയമാണ്, ചുരുക്കി പറയാണ്. ആണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് നിസ്കാരമുണ്ട്, പെണ്ണുങ്ങൾക്കില്ലായിരുന്നു. ആണുങ്ങൾക്ക് നിസ്കാരമുണ്ട്, അവർക്ക് സോഷ്യൽ വർക്ക് ഉണ്ട്, അവർക്ക് യുദ്ധമുണ്ട്, മയ്യത്ത് പരിപാലനയുണ്ട്. ഇതെല്ലാം ആണുങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് അതെല്ലാത്തിന്റെയും കൂലി വേണ്ടേ നബിയേ? ഹബീബ് തങ്ങൾ പറയുകയാ, പെണ്ണേ, യുദ്ധത്തിന് പോയ കൂലി, യുദ്ധത്തിൽ ഷഹീദായ കൂലി, മയ്യത്ത് മറമാടിയ കൂലി, സോഷ്യൽ വർക്കിന്റെ കൂലി, ഇതെല്ലാ കൂലികളും വേണോ? നിങ്ങളെ കെട്ടിയ ഭർത്താക്കന്മാരെ നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ അതെല്ലാ കൂലികളും അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ പെണ്ണുങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീറും ചൊല്ലിയിട്ടവർ വീട്ടിലേക്ക് പോവുകയാണ്. എന്ത് വേണം? ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. അത് വലിയ വിഷയമാണ്. ഭർത്താവിന്റെ ആവശ്യങ്ങൾ കണ്ടറിയണം, ഭർത്താവിന്റെ ഇഷ്ടം കണ്ടറിയണം, ഭർത്താവിന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയണം, ഭർത്താവിന്റെ സമ്മതം പോലെ നീങ്ങണം, ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മയെ പോലെ കാണണം, ഭർത്താവിന്റെ ഉപ്പയെ പോലെ കാണണം. ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരൊറ്റ ഒന്നിലും ഇടപെടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഭർത്താവിനെ നീ സന്തോഷിപ്പിച്ചാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെയല്ല, ഖിയാമത്ത് നാളാകുമ്പോ പെണ്ണിന്റെ അടിമകളായി ജീവിക്കുന്ന ആണുങ്ങളാണ്. അല്ലേ? ആണുങ്ങൾക്കെല്ലാം പേടി. എന്ത് പേടി? ഉസ്താദെ നോക്ക, ഞാൻ പിന്നെ ചെല്ലുന്നതിന്റെ യജമാനത്തിയോട് കേട്ടോന്ന്. ഓൾ യജമാനത്തി, ഓ അടിമ, ഓ യജമാനല്ല. അത്ര പേടിക്കുന്ന ചില ആള്. ഉസ്താദ് പെരക്കാരത്തിയോടൊന്ന് കേട്ടോന്ന്. മോശമില്ല, പെരക്കാരത്തി എന്ത് ചൊല്ലുന്നു നോക്കാന്ന്. കേട്ടോന്ന് നല്ലല്ല, മോശമില്ല. അഭിപ്രായപ്പെടൽ നല്ലതാണ്, മോശമല്ല. പക്ഷേ അവൾ പറഞ്ഞതുപോലെ എല്ലാത്തിലും അല്ലേ, അവരെങ്ങനെ പറയുന്നു, അങ്ങനെയാവരുത്. ആണ് പറഞ്ഞ പോലെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ആണും പെണ്ണും ഒരുപോലെയല്ല. ആണും പെണ്ണും ഒരുപോലെയാണോ? അല്ല. ബ്രെയിനിലെ സെല്ലുകളിൽ പോലും ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ആണും പെണ്ണൊരിക്കലും ഇനിയിപ്പോ നീ ലിംഗം മാറ്റിയാ പോലോ നീ പെണ്ണിനെ പോലെ ആകുന്നില്ല. അങ്ങനെയാണ്. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. റബ്ബ് തആല തലച്ചോറിലെ സെല്ലുകളിൽ പോലും മാറ്റങ്ങളുണ്ട്. ആണിന്റെ ചിന്താഗതി വേറെ, പെണ്ണിന്റെ ചിന്താഗതി വേറെയാണ്. ഇതെല്ലാം മനോഹരമായി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനോഹരമായി പടച്ചവനാണ് അല്ലാഹു. അതുകൊണ്ട് ആണായിട്ടുള്ളവർ വലിയവരൊന്നും പെണ്ണായവർ അടിമകളൊന്നും എന്നൊന്നുമല്ല. ഒരാള് തലയാണെങ്കിൽ ഒരാള് നെഞ്ഞാണ്, ഹാർട്ടാണ്. അങ്ങനെയായിട്ട് കുടുംബത്തിലുള്ള എല്ലാം ആനന്ദത്തോടെ കൊണ്ടു നടക്കുന്നവരാകണം. ഭർത്താവിന് ഇഷ്ടമുള്ള വസ്ത്രമണിയണം, ഭർത്താവിന്റെ സമ്മതമുള്ള ഇടത്തേക്ക് മാത്രം പോകണം, ഭർത്താവിനോട് ചോദിക്കാതെ ഒന്നും ചെയ്തു പോകരുത്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്തു പോകരുത്. അത് സ്കൂൾ ഡെക്ക് പോയതായാലും, മീറ്റിംഗിന് പോയതായാലും, ഉപ്പാനെ കാണലായാലും, സ്വർണം കടം കൊടുക്കലായാലും, സ്വസഹായ സംഘത്തിന്റെ മീറ്റിംഗ് ആയാലും, അങ്ങനെയുള്ള തിന്മകളിൽ അനുവാദമുണ്ടെങ്കിലും പോകരുതേ ഉമ്മ.
റമളാനിന് വസ്ത്രം വാങ്ങാൻ സംഘത്തിൽ നിന്ന് ലോൺ വാങ്ങിയിട്ട് നോമ്പ് തുറപ്പിക്കുന്നവരുണ്ട്, ഡ്രസ് വാങ്ങുന്നവരുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അപകടമാണ്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നല്ല കുടുംബജീവിതം കാഴ്ചവെക്കണേ. ഭർത്താവിന്റെ വിഷമങ്ങൾ ഭാര്യക്ക് മനസ്സിലാകണം. ഭർത്താവിന്റെ ടെൻഷന് പണമുണ്ടാക്കണം, കടം വീടണം, കരണ്ട് ബില്ലടക്കണം. ഇതെല്ലാം നൂറുകണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുണ്ട്. അതറിയണം. അത് കഴിഞ്ഞാൽ അല്ല, അതൊന്നുമില്ല. മക്കളെ ചെലവാണെങ്കിലും ഈ ആണായി ഇതൊക്കെ ചെയ്തു വന്ന ഈ വയസ്സായ ഉപ്പാക്ക് ഒരധികാരം കൊടുക്കണം, ഒരു ബഹുമാനം കൊടുക്കണം. അതാണ് ബറക്കത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ പെണ്ണുങ്ങളെ മാത്രം പറയുമ്പോ ബേജാറാവണ്ട.